السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. എത്രയും സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധ റമളാനിൻ്റെ ഏറെ പവിത്രവും ധന്യവുമായ അതിൻ്റെ അവസാനത്തെ ശ്രേഷ്ഠകരമായ സായസന്ധ്യകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ സംസാരം അവസാനിക്കുന്നത് വരെ ഇരിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ബഹുമാനപ്പെട്ട ശ്രോതാക്കളാകുന്ന നിങ്ങൾ കാണിക്കണമെന്ന് മതത്തിൻ്റെ പേരിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ബൃഹത്തായ ചിന്തനീയമായ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ച് ദുആ ചെയ്ത് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറഞ്ഞു വച്ചിട്ടുള്ളത്, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലൂടെയും നിങ്ങളുടെ ശരീരത്തിലൂടെയും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ആണയിട്ട് പറയുകയാണ്. പിന്നെ പറഞ്ഞതാണ് പ്രസക്തമായിട്ടുള്ളത്, വല തസ്മഉന്ന ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയവർ, ജൂത ക്രിസ്ത്യാനികളായ ഇന്നും ജീവിച്ചിരിക്കുന്നവർ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്, നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത്, നിങ്ങളെ പ്രശ്നത്തിലേക്ക് എടുത്തിടുന്ന പല പ്രശ്നങ്ങളും അവരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടതായി വരും. അവരിൽ നിന്ന് മാത്രമല്ല, വമിനല്ലദീന അശ്റകൂ, ബഹുദൈവവിശ്വാസികളും മുശ്രിക്കുകളുമായിട്ടുള്ളവരിൽ നിന്നും അസൻ കസീറ, ധാരാളം പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും, കേൾക്കേണ്ടതായി കാണേണ്ടതായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്, വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ സഹനം അവലംബിക്കുകയും അതുപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് കാര്യത്തിൽ ഏറ്റവും ദൃഢനിശ്ചയമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ട കാര്യം അതാണ്. എന്ത് പ്രകോപനങ്ങളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും, ഏത് മോശമായ സാഹചര്യത്തിലും, ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിലും അള്ളാഹുവിന് വേണ്ടി, അവൻ്റെ ദീനിന് വേണ്ടി സഹനം അവലംബിച്ച്, സഹിഷ്ണുത കാണിച്ച്, സഹവർത്തിത്വത്തോടുകൂടി എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തെ സബ്മിറ്റ് ചെയ്ത് ജീവിക്കണമെന്നാണ് ശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഗൗരവം മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണേ എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് സഹനത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അല്പം സംവദിക്കാം. ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബക്കും, ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബക്കും, അല്ലയോ എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു സ്നേഹസമണമായി വിളിച്ചുകൊണ്ട്
വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്, ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, നിങ്ങൾ ഏറ്റവും നല്ല ഈ ദുനിയാവിൽ നല്ല കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെയൊക്കെ നിങ്ങൾ ഏറ്റവും നന്നാക്കി തീർക്കുക. വഅർളുല്ലാഹി വാസിഅ, കാരണം അള്ളാഹുവിൻ്റെ ഭൂമി എത്രയോ വിശാലമാണ്. അത് നിങ്ങളുടെ സേവനത്തെയും നിങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ മാത്രം പ്രവിശാലമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടെ അവസാനിപ്പിക്കുന്നത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ആരാണോ സഹനത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ, അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലം അള്ളാഹു വളരെ കൃത്യമായും അവർക്ക് കൃത്യമായും നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അള്ളാഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മദ്രസയിൽ ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിക്കുന്ന അന്ന് തന്നെ മുസ്ലിമീങ്ങളാണെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഉലുൽ അസ്മ് എന്ന് പറയുന്ന പ്രവാചകന്മാർ ആരൊക്കെയാണ് എന്ന് ഞാനിത് ഇവിടെ എണ്ണി പറയുന്നില്ല. ആ ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നാലും കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നാലും ശരി, ഈസാ നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെക്കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഏറെ സഹനം അവലംബിച്ച് ഈ ഭൂമുഖത്ത് വിജയം വരിച്ച് കടന്നുപോയവർ എന്നാണ്. ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്ം മിനർ റുസുൽ, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്മ് ഈ ഭൂമുഖത്ത് ജീവിച്ചപ്പോൾ അവർ എത്രമേൽ സഹനമാണോ ജീവിതത്തിൽ കാണിച്ചത്, ആ സഹനം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി ഈ ലോകത്തോടായി അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് സഹനമെന്ന് പറയുന്നത് റബ്ബിന് സമർപ്പിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? നമ്മൾ ഈ ദുനിയാവ് വിട്ട് മറ്റൊരു ലോകം സ്വപ്നം കാണുന്നവരാണ്. ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മുടെ സഹനബോധത്തിലൂടെയും സമർപ്പണ ചിന്താഗതികളിലൂടെയും തന്നെയാണ്. വേറെ ഒന്നിലൂടെയും നമ്മുടെ നാളത്തെ ആ ലോകത്തെ നമുക്കൊരിക്കലും തന്നെ മുന്നിൽ കാണാനോ അത് ആസ്വദിക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല. ഈ ലോകത്തിനപ്പുറത്തുള്ള പരലോകത്ത് ഒരു സത്യവിശ്വാസിക്ക് ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലോകമാണ് എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാണ് നീ സഹനം അവലംബിക്കുന്നുവെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? വാപ്പാക്ക് വേണ്ടിയല്ല, ഉമ്മാക്ക് വേണ്ടിയല്ല, ജ്യേഷ്ഠനോ അനുജനോ കുടുംബക്കാർക്കോ സ്നേഹജനങ്ങൾക്കോ നാടിനോ നാട്ടുകാർക്കോ വേണ്ടിയല്ല, അത് നിനക്ക് വേണ്ടി തന്നെ, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയുമായിരിക്കണമെന്നാണ്. വസ്ബിർ ലിഹുക്മി റബ്ബിക് ഫഇന്നക ബിഅയുനിനാ. നമ്മൾക്കൊക്കെ വലിയ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോവേണ്ടതില്ല, നമുക്കറിയാം. അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത് വസ്ബിർ ലിഹുക്മി റബ്ബിക്, അള്ളാഹുവിൻ്റെ വിധി അതെന്തായിരുന്നാലും ശരി അതിനനുകൂലമായി നീ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം നീ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്, അവൻ്റെ നോട്ടത്തിലാണ് നീ ഉള്ളത്, അവൻ്റെ നിരീക്ഷണത്തിലാണുള്ളത്. അപ്പം ആത്യന്തികമായും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലും അവൻ്റെ നോട്ടത്തിലും അവൻ്റെ ഉത്തരവാദിത്വത്തിലുമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ടെൻഷനോ ആകുലതയോ ആശങ്കയോ ബദ്ധപ്പാടുകളോ പങ്കപ്പാടുകളോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇസ്ലാം, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശാലമായ ആശയ തലങ്ങളിലേക്ക് മറ്റുള്ളവരെ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് ഏറെ ആവശ്യമുള്ളതാണ് ഈ സഹനബോധം എന്ന് പറയുന്നത്. ശത്രുവിനെ മിത്രമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരാശയമാണ് നമ്മൾ ഇവിടെ ഇന്ന് മനസ്സിലാക്കുന്ന ഈ വിഷയമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഫുസ്സിലയിലെ 35-34 വചനങ്ങൾ നോക്കൂ നിങ്ങൾ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. ആ പറയപ്പെട്ട സഹനം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? അത് വല്ലാത്തൊരു ഹള്ളാണ്, മഹാഭാഗ്യമാണ്. അതിനെ കണ്ടുമുട്ടുക സഹനബോധമുള്ളവരാണ്, അവർക്ക് മാത്രമേ ശരിക്കും ആ ഒരു മഹാഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു പറയുന്നു. ഏത്? ശത്രുവിനെ മിത്രമാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാട് അത് ചെയ്യാൻ ഈ ആധുനിക ലോകത്ത് സാധിക്കാതെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ അപചയപ്പെടുത്തപ്പെടും, നമ്മൾ അപകടപ്പെടുത്തപ്പെടും എന്നുള്ളത് ഇന്നത്തെ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ എടുത്തുചാട്ടമോ
നമ്മുടെ മുൻ കോപമോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും മോശത്തരങ്ങളോ നമ്മളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായാൽ, നമ്മളിൽ നിന്ന് മാത്രമല്ല, നമ്മളെ ഭരിക്കുന്നവരായിരുന്നാലും രാഷ്ട്ര തലവന്മാരായിരുന്നാലും ഏത് വലിയ ബുദ്ധിജീവികളായിരുന്നാലും ഏത് വലിയ സംസ്കാര സമ്പന്നരോ സാഹിത്യകാരന്മാരോ രാഷ്ട്രീയ മേലാളന്മാരോ ആരൊക്കെ ആയിരിക്കട്ടെ, അവർക്കൊക്കെ ഉണ്ടാവേണ്ടത് ഏറ്റവും വലിയ ഇടപെടലുകളിൽ സഹനബോധമാണ്, സഹിഷ്ണുതയാണ്. അല്പമൊന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചത്. അങ്ങനെ കാര്യങ്ങളെ നീക്കുപോക്ക് നടത്തുന്നവർക്ക് മാത്രമേ ആ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നും അതുപോലെ ശത്രുവിനെ മിത്രമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മഹാഭാഗ്യമാണ് എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുന്നു. ആ മഹാഭാഗ്യം ലഭിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ മുവഹിദുകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രശ്നാധിഷ്ഠിതമായ ജീവിതകാലത്ത് നമ്മൾ സത്യസന്ധരായി, നമ്മൾ സഹനബോധമുള്ളവരായി ജീവിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. 2-ാം അധ്യായത്തിലെ 177-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഅ വഹീനൽ ബഅസ് ഉലൈക അല്ലദീന സ്വദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഅ, പ്രശ്നത്തിന്റെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും സമയത്ത് സഹനം അവലംബിക്കുന്നവർ. വഹീനൽ ബഅസ്, ശരിക്കും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തൃണവൽക്കണിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നവർ അവരാണ് അല്ലദീന സ്വദഖൂ, അവരാണ് സത്യസന്ധരും സത്യം പറഞ്ഞവരും സത്യത്തിൽ വിശ്വസിക്കുന്നവരും അവരാണ്. ഔലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ധർമ്മനിഷ്ഠയുള്ളവർ, അവരാണ് സൂക്ഷ്മതാബോധം സ്വീകരിച്ചിട്ടുള്ളവർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഒരു ബാഹ്യവും ആന്തരികവുമായ ഒരു പ്രകടനമാണല്ലോ വിശുദ്ധ റമളാനിൽ ഈ പറയപ്പെട്ട ആയത്തുകളിലെ ബാഹ്യവും ആന്തരികവുമായിട്ടൊരു പ്രകടനമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ അസറ്റിൽ നിന്ന് നമ്മൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചിട്ടുള്ള, ഹലാലായ നിലക്ക് നമ്മൾ സമ്പാദിച്ചിട്ടുള്ള നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് 2.5% സക്കാത്ത്, അതിനപ്പുറത്തേക്ക് സദഖയും മറ്റു ദാനധർമ്മങ്ങളുമൊക്കെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ, ആ വിഷയത്തിൽ യാതൊരുവിധ മാനസികമായ പ്രശ്നങ്ങളുമില്ലാതെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ശരിക്കും ആരാണ്? യഥാർത്ഥത്തിൽ സഹനം അവലംബിച്ചവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങളെ സമർപ്പിച്ചവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. ആ ഒരു ആയത്തിന്റെ പരിധിയിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ചെലവഴിക്കുന്നത് ഫിസ്സറാഇ വല്ലറാ, പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിലൊക്കെ ചെലവഴിക്കാൻ അവർ തയ്യാറാണ് എന്ന് ഖുർആൻ പറയുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, പശ്ചിമേഷ്യ കത്തിയെരിയുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ സംസാരിക്കുമ്പോൾ, പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രതിസന്ധി ഉണ്ട്. നമുക്ക് ഗ്യാസ് അതല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? പെട്രോള് വരാതാകുമോ? വാഹനം നിലച്ചു പോകുമോ? അങ്ങാടികൾ നിലച്ചു പോകുമോ? ഹോട്ടലുകൾ അടഞ്ഞു പോകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അള്ളാഹു എല്ലാ പ്രതിസന്ധികളെയും തീർത്തു തരാൻ കഴിവുറ്റവനാണ്. ഈ തമ്മാടി രാഷ്ട്രങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ദാക്ഷ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ നിന്ന് അള്ളാഹു എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കുകയും എല്ലാവരിലും സമാധാനം അള്ളാഹു വർഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹനബോധത്തോടുകൂടി എല്ലാറ്റിനെയും കടിച്ചമർത്തുകയും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഒന്നിൻ്റെ പേരിലും പ്രശ്നങ്ങൾ, അത് വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും കൂട്ടുകാർക്കിടയിലായിരുന്നാലും അയൽപ്പക്കങ്ങൾക്കിടയിലായിരുന്നാലും എവിടെയായിരുന്നാലും ശരി, അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങളെ സമർപ്പിക്കുവാൻ സഹനബോധത്തിലൂടെ നമുക്ക് സാധിക്കണമെന്നല്ലേ ഖുർആന്റെ ഈ വചനങ്ങൾ നമ്മളെ പറഞ്ഞു വെക്കുന്നത്, നമ്മളെ കേൾപ്പിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരാളോട് പറയുന്നൊരു സംഭവമുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിനക്ക് കാണണമോ എന്നാണ് ഇബ്നു അബ്ബാസ് മറ്റൊരു സഹാബിയോട്, മറ്റൊരാളോട് ചോദിക്കുന്നത്. സ്വർഗത്തിലേക്ക് നേരെ അതിനുള്ള എല്ലാവിധ പ്രിവിലേജും ലഭിച്ചിട്ടുള്ള, ആ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച്
സ്വർഗത്തിലേക്ക് റെഡിയായി നിൽക്കുന്ന ഒരാളെ നിനക്ക് കാണണോ എന്ന് ഇബ്നു അബ്ബാസ് മറ്റൊരാളോട് ചോദിക്കുന്ന സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആ സംഭവം ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന. ചോദ്യം അതാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു സ്ത്രീയെ, ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ നിനക്ക് കാണണമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഖുൽതു ബല, ഓക്കെ, എനിക്ക് കാണണം. ആ സന്ദർഭത്തിലാണ് ഹാദിഹിൽ മർഅത്തു സൗദാ, ഒരു കറുത്ത സ്ത്രീയെ മഹാനായ ഇബ്നു അബ്ബാസ് ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്. അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്ത്രീ എന്താണ് ചെയ്തത്? അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഖാലത്ത്, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയാണ്, ഇന്നി അസ്റഉ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം വന്ന് നിലത്ത് വീണു പോകുന്ന ഒരു സ്ത്രീയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല സഹോദരിമാർക്കും പല സഹോദരന്മാർക്കുമുള്ള പെട്ടെന്നൊന്നും മാറിപ്പോവാത്ത നിരന്തരമായി മെഡിസിൻ ഉപയോഗിക്കേണ്ട ഒരു അസുഖമുണ്ടല്ലോ. എന്താണ് ആ അസുഖം എന്ന് പറയുന്നത്? അപസ്മാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ രൂപത്തിലുള്ള ഒരു അസുഖം ബാധിച്ച സ്ത്രീയാണ്. ആ സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശമനവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നി അസ്റഉ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ പലപ്പോഴും ബോധം കെട്ട് വീണുപോകുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ അപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ വസ്ത്രം നീങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട് നബിയെ. അതെനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഫദ്ഉല്ലാഹി ലി, നിങ്ങൾ എനിക്ക് വേണ്ടി, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇൻ ശിഅ്തി സ്വബർതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത്, അങ്ങനെയുള്ള പ്രയാസമുള്ള സന്ദർഭത്തിലും നീ സഹനം അവലംബിച്ച് പോവലാണ് സ്ത്രീയെ നിനക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒലക്കി അൽ ജന്ന, അങ്ങനെ നീ പോകുമ്പോൾ നിനക്ക് ആ അസുഖം മാറിയിട്ടില്ല എങ്കിലും, ആ സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലും നിനക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ പ്രതീക്ഷ എന്താണ്? നിനക്ക് സ്വർഗമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇൻ ശിഅ്തി ദഅഉതു, അല്ല നിനക്ക് ആ അസുഖം മാറി കിട്ടിയേ പറ്റൂ എന്നാണ് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എന്ന്. ആ സന്ദർഭത്തിൽ അള്ളാഹു നിനക്ക് ആഫിയത്ത് തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എന്ന്. ഈ സന്ദർഭത്തിലാണ് ശ്രദ്ധേയമാവുന്നത്. ആ സ്ത്രീ പറയുന്നു, കാലത്ത് അവർ പറയാൻ, അസ്ബിറു നബിയെ, ഞാൻ സഹിച്ചു കൊള്ളാം. വല്ലാത്തൊരു ത്യാഗ മനസ്ഥിതിയാണത്. അതാണ് വലിയ സമർപ്പണം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ സമർപ്പണം വേറെയില്ല. എൻ്റെ ഈ അസുഖം മാറിയിട്ടില്ല എങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നബിയെ, സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ സ്വർഗത്തിന് വേണ്ടി എൻ്റെ ഒരു അസുഖം മാറിയിട്ടില്ല എങ്കിലും അതെനിക്ക് വിഷയമല്ല എന്ന് പറയാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നെ കേൾക്കുന്ന സത്യവിശ്വാസികളെ, നമുക്കൊക്കെ പല അസുഖങ്ങളും ഉള്ളവരാണ്. അസുഖങ്ങളൊക്കെ ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് മാറുന്നുണ്ടാവില്ല. മാറുക എന്ന് പറയുന്നത് തമാശയിൽ പറയുന്ന മാറ്റമാണ്. ഒരു രോഗം മറ്റൊരു രോഗമായി മാറുക എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ മെഡിസിൻ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരും വിശ്വസിക്കുന്നവരും അങ്ങനെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് മാറാത്ത അസുഖങ്ങൾ ഉണ്ടാവട്ടെ, അതൊക്കെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, പടച്ചവൻ നൽകിയ അസുഖമാണല്ലോ, എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് പോവാം, ബാക്കി അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗം കിട്ടും. ഈ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതാണ്. അവിടെയാണ് ആ സ്ത്രീ പറഞ്ഞത്, അസ്ബിറു യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ അതിനെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ആ സ്ത്രീ പറയുന്ന വല്ലാത്തൊരു രംഗുണ്ട് അവസാനം. കാലത്ത് അവർ പറയാൻ, ഫഇന്നി അതകശഫു, ഓ നബിയെ, എന്നാലും എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം, എൻ്റെ ശരീരത്തിൽ നിന്ന് തുണി നീങ്ങിപ്പോവുന്നത്, അതെനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല നബിയെ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് ആ സ്ത്രീ പറയുമ്പോൾ, ഫദ്ഉല്ലാഹ, അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാ യതകശഫ ഫദഅലഹ, നിങ്ങളുടെ തുണി നീങ്ങിപ്പോവരുത്, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി, നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോവരുത്, അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറയുന്ന സംഭവം നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചില അസുഖങ്ങൾ മാറാത്തതുണ്ടാകും, അത് അള്ളാഹു വലിയ പരീക്ഷണമായി നമുക്ക് നൽകാമെന്നതാണ്. അല്ലാതെ പ്രവാചകൻ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ അസുഖം മാറ്റിക്കൊടുത്തുകൂടായിരുന്നു നമ്മൾ ചിന്തിക്കരുത്. ഇതിൽ വലിയൊരു ചിന്ത എന്താണ്? ചില അസുഖങ്ങളൊക്കെ മാറാത്തതുണ്ട്, അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ ബലാ എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖലാഉം ഖദറും
ആ ഖലാഉം ഖദറും നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ ബലാ എന്ന് പറഞ്ഞതുണ്ട്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന. ഒരു വിശ്വാസിയെയും വിശ്വാസിനിയെയും ചിലപ്പോ അവരുടെ ഖൈറായ കാര്യത്തിന് വേണ്ടി, നമുക്കറിയില്ല നമ്മളെ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന്, സ്വർഗത്തിന് തൂക്കമോക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അള്ളാഹു ചിലപ്പോ പരീക്ഷിച്ചേക്കാം. അത് അസുഖം തന്നാവാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നുകൊണ്ടാവാം. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ശരി, അതൊക്കെ നമ്മളെ ക്ലിയർ ചെയ്യുവാനും നമ്മളെ സംസ്കരിക്കാനും ഉള്ളതാണ് എന്നൊരു ബോധത്തോടുകൂടി ജീവിക്കാൻ കൂടിയുള്ള ഒരു മോട്ടിവേഷനാണ് ഈ ഹദീസിലൂടെ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി നമ്മൾ ക്ഷമിക്കണം? സഹനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കട്ടെ, സഹനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല. സഹനത്തിന്റെ സൗന്ദര്യം സ്വർഗമാണ്. സഹനത്തിലൂടെ ലഭിക്കാനുള്ളത് സ്വർഗമാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പാലം പണിയുന്ന ഒരു ദിവസത്തിലല്ലേ നമ്മളുള്ളത്? അങ്ങനെയുള്ള ദിവസങ്ങളില്ല. അത് എത്ര പെട്ടെന്നാണ് നമ്മളിലൂടെ കടന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ ആശങ്കപ്പെടുന്നവരും വേദനയുള്ളവരും ഒക്കെയാണ്. ഈമാനുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മുടെയൊക്കെ ആ സങ്കടങ്ങളൊക്കെ തീർക്കുന്ന രൂപത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങളിലൂടെ സഹനത്തോടുകൂടി എല്ലാ കർമ്മവും ചെയ്ത് സ്വർഗത്തിലേക്കുള്ള പാതയാക്കി നമ്മൾക്ക് വിശുദ്ധ റമളാനിനെ മാറ്റിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് സഹനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത് ഫസ്ബിർ സബ്റൻ ജമീല. നിങ്ങൾ പ്രവാചകരോടാണെങ്കിലും ലോകത്തോട് മുഴുവനുമാണ് പറഞ്ഞത്. ഒരു താൽക്കാലികമായ സഹനം കൊണ്ട് സ്വർഗം നേടിയെടുക്കാനൊന്നും സാധിക്കൂല. താൽക്കാലികമായ ഒരു തഖ്വ കൊണ്ടും സ്വർഗം ലഭിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വസയുജന്നബുഹൽ അത്ഖ. ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവരാരോ അവരല്ലാതെ ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുകയില്ല എന്ന് പറയുന്നത് നമ്മളെ ഉറക്കം കെടുത്തേണ്ട ആയത്തുകളാണ്. അതുകൊണ്ട് ഫസ്ബിർ സബ്റൻ ജമീല, നീ ഭംഗിയായി ക്ഷമിക്കണം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ക്ഷമക്കും സഹനത്തിനും ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ എല്ലാ സെല്ലും അതിന്റെ ഫങ്ഷനിങ് കാണിക്കുന്ന, അത് ഇളകി മറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും വരാൻ പാടില്ല. 120 ട്രില്യനോളം വരുന്ന നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, സെല്ലുകളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ അതെല്ലാം കൂടി ഇളകി മറിഞ്ഞ് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഒളബ് എന്ന് പറയുന്നത്, ദേഷ്യം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സഹനമുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുമെന്നുള്ളതാണ്. എല്ലാറ്റിനെയും കടിച്ചു പിടിക്കാൻ എന്ന ഖുർആന്റെ ആയത്ത് നമ്മൾ കേട്ടില്ലേ? ആ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയിൽ 45-ാമത്തെ ആയത്ത്. നിങ്ങൾ സഹായം തേടേണ്ടത് സഹനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയാകുന്ന നമസ്കാരം ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇപ്പൊ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 5 വക്തിലും നിർവഹിക്കുന്ന 17 റക്അത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന വേറെയില്ല. ആ പ്രാർത്ഥന നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഗാസ തേടാൻ, അള്ളാഹുവിനോട് ഇസ്തിആനത്ത് തേടാൻ, സഹായം തേടാനുള്ളതാണ്. അള്ളാഹു ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? ആ നമസ്കാരത്തിന്റെ മുമ്പ് പറഞ്ഞത്, നമസ്കാരം ഇത്രമേൽ മഹത്തായ ഒരു കർമ്മമാണ്. ആ കർമ്മം പറയുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് വസ്തഈനു ബിസ്സബ്ർ. അപ്പൊ ഈ വിഷയം നിസാരമല്ലല്ലോ. ഖുർആൻ വലിയ മുഖവിലിക്കെടുത്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. സ്വബർ കൊണ്ടായിരിക്കണം, സഹനബോധം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. പിന്നീട് നിങ്ങൾ നമസ്കരിക്കുന്നവരാണെന്ന ബോധം ഉണ്ടാവണം. നിങ്ങൾ ആകപ്പാടെ ദിക്കും ദിശയും അറിയാതെ നിങ്ങൾ ഒരുതരം വിരളി പൂണ്ട അവസ്ഥയിലേക്ക് പോവരുത്. നിങ്ങൾ നമസ്കരിക്കുന്നവരാണെന്ന ബോധത്തോടു കൂടി സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവണം. പിന്നീട് അള്ളാഹു നമ്മുടെയൊക്കെ അവസ്ഥ പറഞ്ഞു വെക്കുകയാണ്. അത് വലിയ കാര്യമാണ്. ആർക്ക് വലിയ പ്രശ്നമായിരിക്കും? ആർക്ക്? ഖുശൂ ഇല്ലാത്തവർക്ക് അത് സഹിക്കാനൊന്നും കഴിയില്ല, പിടിച്ചു നിൽക്കാൻ, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് കൺട്രോളിന്റെ മാസമാണ്. ഇംസാഖ്, സൗം എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മൾ കേട്ടതാണ്. കൺട്രോൾ തെറ്റിപ്പോകുന്നു പലപ്പോഴും, അല്ലേ? പല വിഷയങ്ങളിലും, നമ്മുടെ നോക്കുകളിൽ, നമ്മുടെ നീക്കുപോക്കുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, അങ്ങനെ തുടങ്ങി സകല മേഖലകളിലും നമ്മൾക്ക് ഇംസാഖ്, കൺട്രോൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സഹനബോധമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അസ്വബർ മിനൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്.
നമ്മുടെ ശരീരത്തിലെ തല നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് എന്ത് അസ്തിത്വമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉള്ളത്? ഞാനോ നിങ്ങളോ പിന്നെ ഈ ഭൂമുഖത്ത് എന്ത് അസ്തിത്വമുള്ളവരാണ്? വെറും ജഡം എന്നതിനപ്പുറത്തേക്ക് വല്ല അസ്തിത്വവും നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ തല നഷ്ടപ്പെട്ടു പോയാൽ അവനെല്ലാം നഷ്ടപ്പെട്ടു. അതേപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാൻ ഉണ്ടോ? ഈമാനിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? നിങ്ങളുടെ ശരീരത്തിലെ ആ റഅസിന്റെ സ്ഥാനത്താണ് നിങ്ങളുടെ ഈമാനിന്റെ തലക്ക്, അതല്ലെങ്കിൽ ഈമാനിന്റെ അടിയിൽ ഏറ്റവും സുദൃഢമായി നിൽക്കുന്ന സ്വബുർ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത്. അപ്പൊ ഈമാനിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ ഈമാനിന്റെ ഹെഡാകുന്ന റഅസാകുന്ന ആ സ്വബർ നമ്മൾ കൊണ്ടുനടക്കണം. പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ ഈമാൻ ഇടറിപ്പോകുന്നു, പതറിപ്പോകുന്നു, എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ്? പല പ്രശ്നങ്ങളും കാണുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലെ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ മക്കളുടേതായ ചില കർമ്മങ്ങൾ കാണുമ്പോൾ ഒക്കെ നമ്മൾ പിടുത്തം വിട്ടു പോവുകയാണ്. അവിടെ ഒന്നും പിടുത്തം വിട്ടു പോകരുത്. അതിനേക്കാൾ വലിയ പ്രതിസന്ധികളൊക്കെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഒരു വരുതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു സഹജമായ ബോധത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരാണോ നമ്മൾ? പരാജയപ്പെട്ടു പോകുന്നില്ലേ? അതുകൊണ്ട് തന്നെ വസ്തഈനു ബിസ്സബ്ർ വസ്സലാത്ത്, നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആ നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാൻ സാധിക്കണം നമുക്ക്. അവിടെ ഉണ്ടാവേണ്ടത് സഹനബോധമാണ്. അത് വലിയ കാര്യമായി, ഖുശൂ ഇല്ലാത്തവർക്ക് വലിയ കാര്യമാകുമെങ്കിൽ നമ്മൾ ഖുശൂ ഉള്ളവരാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ. നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഖുശൂവിനെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റാർക്കുമല്ല, നമുക്ക് തന്നെ. അതുകൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കും ശുദ്ധരായ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത, എന്തും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറുള്ള ആ മാലാഖമാർ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ കുറെ കൂട്ടം കൂടി നിൽക്കുന്ന സുന്ദരന്മാരായ മലക്കുകളുണ്ട്. ആ സ്വർഗത്തിൻ്റെ ഏത് കവാടങ്ങളിലൂടെയാണോ എനിക്കും നിങ്ങൾക്കും അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അർഹത ഉള്ളത് എന്ന് നമുക്കാർക്കും അറിയില്ല. എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടെ കൊണ്ടു നടന്നത് സഹനമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും പിടുത്തം വിട്ടുപോവാതെ ഇസ്ലാമിന് വേണ്ടി, അതിൻ്റെ ഇസ്സത്തിന്റെ, അതിൻ്റെ ഉന്നതിക്ക് വേണ്ടി, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്തും സഹിച്ച്, ത്യാഗം സഹിച്ച് മുന്നോട്ട് പോയ ആൾക്കാരായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അതുപോലെ ഏറ്റവും പാവപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ പോലെയുള്ള മഹാരഥന്മാരായ ആൾക്കാർ. ആ ചരിത്രം നമ്മൾ എത്രയോ കേട്ടതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള മഹാരഥന്മാർ ആ സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലൂടെയും, നിനക്ക് ഇച്ഛിക്കുന്ന ഏത് കവാടത്തിലൂടെയും നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് പോവാമെന്ന് പറയപ്പെടുന്ന മഹാനായ സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും അത് പര്യാപ്തം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി നമ്മൾ സംസ്കരിച്ചെടുക്കാൻ, അതിനുവേണ്ടി നമ്മളൊന്ന് ഉടച്ചു വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കുന്ന അസാധ്യമായ കാര്യമല്ല, അത് സാധ്യമായ കാര്യമാണ് എന്ന് ഞാൻ അവസാനമായി പറഞ്ഞു വെക്കുകയാണ്. അതിനുള്ള കരുത്ത്, അതിനുള്ള കാതൽ, അതിനുള്ള കാമ്പ് ഈമാനികമായി നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിൽ പ്രധാന ഘടകമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്, സഹനബോധം. അത് വെറുതെ പറഞ്ഞാൽ പോരാ. മഹാനായ CH പണ്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എൻ്റെ സമുദായത്തിന്, എൻ്റെ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം സഹനവും ദഹനവുമാണ് എന്ന്. ഇത് രണ്ടും ഇന്ന് പുതിയ തലമുറക്ക് തീരെയില്ല. നമ്മുടെ മക്കൾക്കോ നമുക്ക് തന്നെയോ ഇല്ല. എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യം പറയുമ്പോഴേക്കും ഹീറ്റാകുന്ന മക്കളെയാണ് പലർക്കുമുള്ളത്. പല രക്ഷിതാക്കളും പരാതി പറയുന്നു, എനിക്ക് എൻ്റെ മകനോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, കാരണം അപ്പോഴേക്കും അവൻ ഹീറ്റാവുകയാണ്. നോക്കൂ നിങ്ങൾ, സഹനവുമില്ല ദഹനവുമില്ല. ദഹനമില്ലാഞ്ഞാൽ പിന്നെ സഹനമില്ല. ഈ ഒരു അവസ്ഥയിലാണ്. എന്തൊക്കെയോ വാരി വലിച്ചു തിന്നുന്നു, ദഹനം കിട്ടുന്നില്ല. ആ തിന്നുന്നതൊക്കെ തന്നെയും ഹലാലല്ലാത്തത് കൊണ്ട് നേരാനേർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ വൈഡായി കൂടുതൽ പറയുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വല്ലാത്തൊരു ദുരന്തപൂരിതമായ ജീവിതത്തിലാണ് നമ്മളുള്ളത്. യുദ്ധം വെറുതെയല്ല, ഒരു 3-4 ലോക മഹായുദ്ധം നമ്മളെ നോക്കി പല്ലുളിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ചിന്തകന്മാർ പറയുന്നു. ഒരു പക്ഷേ അങ്ങോട്ടൊക്കെ എത്തിയേക്കാം. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരിക്കും. അപ്പോൾ സഹിക്കാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കണം. ഈ നിസാരമായ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പള്ളിയിലൊന്നും ഇരിക്കാൻ കഴിയുന്നില്ല. നമസ്കാരത്തിൽ 10 മിനിറ്റ് നേരം നമുക്ക് തറാവീഹ് നമസ്കരിച്ച കാലിന് വല്ലാത്ത കഴപ്പാണ്, വല്ലാത്ത പ്രശ്നമാണ്, പ്രയാസമാണ്. എന്നാൽ അങ്ങാടിയിൽ പോയി ഉപ്പിലിട്ടത് തിന്നാൻ
ചോട കുടിക്കാൻ എത്രയും അവിടെ സംസാരിച്ചിരിക്കാൻ ഈ പുതിയ തലമുറക്ക് കുറ്റം പറയുകയല്ല, അവർ തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല. എത്രയും സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഉറക്കം വരില്ല, അവിടെ നമുക്ക് സഹിക്കാത്ത പ്രശ്നമൊന്നുമില്ല. എത്ര ടൈം വേണമെങ്കിലും വിനഷ്ടമാക്കി കളയാൻ, അതിനെ ലാബിഷാക്കി തള്ളിക്കളയാൻ നമുക്കൊരു വിഷയമില്ല. അവിടെ ഒന്നും നമുക്ക് ഒരു തരത്തിലുള്ള ചാള്യതയുമില്ല, ഒരു തരത്തിലുള്ള നീരസമില്ല, വെറുപ്പില്ല, അത് വേണ്ടായ്മയില്ല, അവിടെ ഇല്ലായ്മയില്ല, എല്ലാം ഉണ്ട് നമുക്ക്. നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെലവഴിക്കും, എത്രയും ഉറക്കമൊഴിയും. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇപ്പൊ കാണുന്നതിനേക്കാൾ വലിയ തീക്ഷ്ണമായ സാഹചര്യങ്ങളെ ഉണ്ടാകൂ. അത് അള്ളാഹുവിന്റെ പരീക്ഷണമായി നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അതിൽ നിന്നൊക്കെ തിരിഞ്ഞു നടക്കാൻ പഠിക്കുകയാണ്. ആ വലിയ പാഠമാണ് വിശുദ്ധ റമളാനിലൂടെ നമ്മൾക്ക് ലഭിക്കേണ്ടത്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ ഡോറിന്റെ മുന്നിലും, എല്ലാ ഡോറുകൾക്ക് ചാരത്തുമായി അള്ളാഹുവിന്റെ മലക്കുകൾ വളരെ ശുദ്ധരായ, വളരെ പവിത്രമായ ജീവിതം നയിച്ചവരായ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത ഏറെ സുന്ദരന്മാരായ മലക്കുകൾ കാത്തുകിടക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നവർ പറയുന്നതാണ്. ഈ സമാധാനം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്? ബിമാ സ്വബർതും ഫനിഅമൽ ഉഖ്ബദ്ദാർ. അവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ സമാധാനം ഇവിടെ വർഷിക്കപ്പെടുന്നത്? ഈ സമാധാനത്തിന്റെ ശാദ്വലമായ ശാന്തിയുടെ ആ തീരത്തേക്ക്, ആ സ്വർഗത്തിലേക്ക് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? അവിടെ നിങ്ങൾ ഒരു അരോചകമായ വാക്കും കേൾക്കുകയില്ല എന്ന് നമ്മുടെ മനോമുഖരങ്ങളിലുള്ള ആയത്തുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ നിലക്ക് എന്തുകൊണ്ടാണ് പറയപ്പെട്ടത്? നിങ്ങൾ ബിമാ സ്വബർത്തും, നിങ്ങൾ സഹനം അവലംബിച്ചു. ആ ഒരു താവളത്തിൽ അല്ലായിരുന്നോ ഇക്കാലം അത്രയും നിങ്ങൾ ജീവിച്ചത്? ഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയോളം ക്ഷമിക്കാൻ ഇവിടെ ജീവിക്കുന്നവർക്കും സാധിക്കണമെന്നാണ്. ഏറ്റവും കൂടുതൽ തവാളുൾ കാണിക്കുന്നത് ഭൂമിയാണെന്ന് പറയപ്പെടാറുണ്ട്. അത് വല്ലാത്തൊരു സഹനമുള്ള ഒരു ഗോളമാണ് ഈ ഭൂമി എന്ന് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് ഭൂമിയോളം ഞാൻ ക്ഷമിക്കും എന്നൊക്കെ പഴമക്കാര് പറയാറുണ്ട്, വെറുതെ പറഞ്ഞതൊന്നല്ല അത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഭൂമി ക്ഷമിക്കുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ ക്ഷമിച്ച് കഴിഞ്ഞുകൂടാൻ സാധിക്കണം. നമ്മൾ ഭൂമിയെ കുത്തി പരിക്കേൽപ്പിക്കുമ്പോൾ ഇടക്ക് അത് ആ ഗൗരവം കാണിക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം നമ്മളെ തന്നെ കുത്തി പരിക്കേൽപ്പിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മുടെ ആ സഹനബോധം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കാൻ, നമ്മുടെ സെല്ലുകളെ ചൂടാക്കാത്ത ആ രൂപത്തിൽ നമ്മൾ പരസ്പരം വളരെ സഹാനുഭൂതിയോടുകൂടി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഏത് വിഷയവും ആ നിലക്ക് കൈകാര്യം ചെയ്താൽ അതിൻ്റെ ആഖിബത്ത് വളരെ ഏറെ തണുപ്പുള്ളതായിരിക്കും, ചൂടുള്ളതായിരിക്കില്ല. അതിൻ്റെയൊക്കെ ആഖിബത്ത് വളരെ തണുപ്പുള്ളതായിരിക്കും, വളരെ ശീതീകരിക്കപ്പെട്ട അവസ്ഥ അതിനുണ്ടാകും. അതുകൊണ്ട് ബിമാ സബർതും ഫനിഅമൽ ഉഖ്ബദ്ദാർ, ഈ വീട് ഏറ്റവും സുരക്ഷിതമായ വീടാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത വീടാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഏത് കാലത്ത് എന്നാണ്, അവിടെ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കാലം നമ്മളിലൂടെ കറങ്ങി എത്ര പെട്ടെന്നാണ്. കഴിഞ്ഞ റമളാനിൽ ഇതേ പുരുഷനിൽ വന്ന് നിന്ന് സംസാരിച്ചത് ഇന്നലെയാണെന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയത് എന്ന് നമ്മളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കാലം ഇങ്ങനെ കറങ്ങി പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലപാടുകൾ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നിലപാടുകളൊക്കെ എടുക്കേണ്ടത് വളരെ സഹനത്തോടു കൂടി തന്നെ ആയിരിക്കണം. നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ, അതുപോലെ ബദറിന്റെ രണാങ്കണത്തിലൊക്കെ ഒരുപാട് സഹിക്കേണ്ടതായി വന്നു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനെ വഹ്ഷി കൊന്നു കളഞ്ഞിട്ട് ആ വഹ്ഷിയെ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് ക്ഷമിക്കാനും ആ പ്രവാചകന് ആ മനുഷ്യനോട് പൊറുക്കാനും സാധിച്ചുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒന്ന് മാറി നിൽക്കാൻ മാത്രമേ പറയുമായിരുന്നു. ഞാൻ നിന്നെ കാണുമ്പോൾ, വഹ്ഷി നിന്നെ കാണുമ്പോൾ എനിക്ക് പഴയ ആ ചരിത്രം ഓർമ്മ വന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. മനുഷ്യനാണല്ലോ പ്രവാചകനും, നിങ്ങൾ നോക്ക്. എന്നിട്ടും ആ പ്രവാചകൻ ഒന്നും ചെയ്യാതെ ആ മനുഷ്യനോട് വളരെ മാന്യമായി പെരുമാറുകയും അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തെ നല്ല നിലക്ക് ആ ഇസ്ലാമിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ലേ? എത്രമേൽ വലിയ സഹനബോധമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്രത്തിലൂടെ ആവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വസ്തഈനു, ഞാൻ വീണ്ടും ഓതുന്നു, വസ്തഈനു ബിസ്സബ്ർ വസ്സലാത്ത്. നമ്മളൊക്കെ നമസ്കരിച്ച് ആണ് ഇവിടെ ഇരിക്കുന്നത്, എന്നിട്ടും നമുക്ക് ഇരുത്തം വരുന്നില്ല.
ഇരിക്കപ്പുറതി വരുന്നില്ല എന്നൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെയല്ലേ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൂടുതൽ പരീക്ഷിക്കുന്നില്ല. അള്ളാഹു നമ്മളെ ഇലാ റൗഹിൻ വ റൈഹാൻ വ റബ്ബി ഗൈരി ഗൾബാൻ എന്ന് സൂചിപ്പിക്കപ്പെട്ട ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, യാതൊരുവിധ കോപാകുലതയുമില്ലാത്ത, യാതൊരുവിധ തീഷ്ണമായ അന്തരീക്ഷവുമില്ലാത്ത, യാതൊരുവിധ വെറുപ്പിക്കലുകളും ഇല്ലാത്ത, യാതൊരുവിധ ചൂടാവേണ്ട ആവശ്യവും അങ്ങനെയുള്ള അവസ്ഥകളും അവസ്ഥാന്തരങ്ങളുമില്ലാത്ത ഒരു ലോകത്തേക്ക് വിളിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ എവരെയും ഇലാ റൗഹിൻ വ റൈഹാൻ വ റബ്ബി ഗൈരി ഗൾബാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. അങ്ങോട്ട് അള്ളാഹുവിൻ്റെ കരവലയത്തിലേക്ക് ആ നിലക്ക് വളരെ സമാധാനത്തോടുകൂടി വിലയം പ്രാപിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും ചരിത്രത്തിൻ്റെയും ഈ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളിലും, ജീവിതത്തിൻ്റെ ഓരോ കടമ്പകളിലും ഈ ഒരു വിഷയത്തെ നമ്മൾ ചേർത്ത് നിർത്തിയാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇനി വരാനുള്ള കാലഘട്ടത്തിലും നമുക്ക് ഏറെക്കുറെയൊക്കെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വിനീതനിത് സംസാരിച്ചത്, നിങ്ങൾ കേട്ടതും. അങ്ങനെ തന്നെ അള്ളാഹു ആക്കിത്തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് അള്ളാഹു കൃത്യമായും സ്വീകരിക്കുകയും അതിന് തത്തുല്യമായ പ്രതിഫലം നാളെ പരലോകത്തവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. റഹ്മാനും ദയാപരനും കരുണാമയനുമായ അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു വെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിലൊക്കെ ഞങ്ങളുടേതായ അലസത കൊണ്ടോ ഞങ്ങളുടേതായ അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാകപ്പിഴവുകളെ നീ പുറത്തു തരികയും അള്ളാഹുവേ നിന്റെ വിശുദ്ധരിൽ നീ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ നാഥ. കഴിഞ്ഞ വിശുദ്ധ റമളാനിലെ നാളുകളിൽ ഞങ്ങൾ നോറ്റ നോമ്പ്, നമസ്കരിച്ച നമസ്കാരം, അതുപോലെ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ദിക്റുകൾ, ശുക്റുകൾ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ നാഥ. അർഹമുറാഹിമായ റബ്ബേ, പശ്ചിമേഷ്യയിൽ യുദ്ധം പുറപ്പെട്ടതോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ള മനുഷ്യന്മാർ, സാധാരണക്കാർ, സിവിലിയന്മാരായിട്ടുള്ളവർ ഏറെ കഷ്ടപ്പാടിലാണ്. അള്ളാഹുവെ, ബോംബ് വർഷങ്ങൾ കൊണ്ട് ആ നാടിൻ്റെ പല ഭാഗത്തുമുള്ള പല മനുഷ്യന്മാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വീടുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. പിഞ്ചോമന മക്കൾ, ഒരു തെറ്റും ചെയ്യാത്ത 150ഓളം വരുന്ന പിഞ്ചോമന മക്കളെയാണ് ഈ അമേരിക്കക്കാരനും ഇസ്രായേലിയരുകാരനും കൊന്നു തള്ളിയിട്ടുള്ളത്. ആ 150 ഖബറുകൾക്ക് അരികെ ഇരുന്ന് പൊട്ടിക്കരയുന്നവരുടെ ഉമ്മമാരുണ്ട്. ആ പിഞ്ചുമക്കൾ ഒരു തെറ്റും ചെയ്തവരല്ല. അള്ളാഹു അത്തരത്തിലുള്ള ക്രൂരതകളിൽ നിന്ന് മനുഷ്യന്മാരെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. അത്തരത്തിലുള്ള ധിക്കാരികൾക്ക് അള്ളാഹുവെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് അർഹിക്കുന്ന പാഠവും അതിന് ആവശ്യമായ അള്ളാഹുവെ ശിക്ഷയും അവർക്ക് നൽകി ലോകത്ത് നീ മാതൃക തീർക്കണമേ നാഥ. അർഹമുറാഹിമായ റബ്ബേ, കടക്കണിയിലേക്കും മറ്റു വലിയ വലിയ പ്രതിസന്ധികളിലേക്കും നയിക്കുന്ന, ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും തച്ചു തകർക്കുന്ന ഈ യുദ്ധവറിയിൽ നിന്ന് അതിൽ മുന്നിൽ നിൽക്കുന്ന ധിക്കാരിരാഷ്ട്രങ്ങൾക്ക് പിന്നോട്ട് പോവാനോ അതല്ലെങ്കിൽ അവർക്ക് പരാജയമേറ്റുവാങ്ങി പിന്നോട്ട് പോവാനുള്ള അവസ്ഥ എത്രയും പെട്ടെന്നുണ്ടാക്കി ലോകത്ത് നീ സമാധാനമുണ്ടാക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾ നോറ്റ നോമ്പും ഞങ്ങളുടെ ആരാധനകളും മുൻനിർത്തിയാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. അതിൻ്റെ മഹത്വം കൊണ്ട് നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണത്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല കർമ്മത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നീ ഞങ്ങളെ ഏവരെയും, എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കുകയും സമാധാനം പുലർന്നു കാണാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ നാഥ. അർഹമുറാഹിമായ റബ്ബേ, പ്രവാസികളുടെ പ്രയാസത്തിൽ നിന്ന് അവർക്ക് നീ രക്ഷയും സമാധാനവും നൽകണേ നാഥ. അവരാണ് ഞങ്ങൾക്ക് കരുത്തും കാവലുമായി നിൽക്കുന്നവർ. അവരെ നീ അള്ളാഹുവെ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ അവരുടെ ജോലി നഷ്ടപ്പെടുത്തുകയോ ചെയ്യില്ല നാഥ. അവർക്ക് നീ എല്ലാവിധ സമാധാനവും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, രോഗികളായി ദുആക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ഒരുപാട് ആൾക്കാർ ആശുപത്രികളിൽ, വീടുകളിലൊക്കെ വേണ്ടപ്പെട്ടവരായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുമക്കളും അതുപോലെ ആദർശ ബന്ധുക്കളും പണ്ഡിതന്മാരും സ്നേഹിതന്മാരും ഒക്കെ ഉണ്ട്. ആ പട്ടിക നീണ്ടുപോകുന്നതാണ്. അള്ളാഹുവെ, ശരീരത്തിൽ നിന്ന്
ശരീരത്തെ ഒന്ന് അനക്കാൻ പോലും സാധിക്കാതെ ആശുപത്രികളിൽ കിടക്കുന്നവരുണ്ട്. മനസ്സ് പള്ളിയിലും അതുപോലെ വൃദ്ധം എന്ന ആ ഒരു ചിന്തയിലുമൊക്കെ ആയി, എന്നാൽ അതിനൊന്നും സാധിക്കാതെ കിടക്കുന്ന പാവങ്ങളുണ്ട്. അവർക്കൊക്കെ അല്ലാഹുവേ നീ ശമനവും സമാധാനവും പ്രദാനം ചെയ്യണമേ നാഥ. ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകി നീ ഞങ്ങളെയും അവരെയും ഒക്കെ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. റഹ്മാനായ റഹീമായ കരുണാവാരുതിയായ അല്ലാഹുവേ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ ജോലികളിലൊക്കെ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ നീ പിടിച്ചു നിർത്തുകയും അതിന് എല്ലാവിധ സഹായവും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണേ നാഥ. അല്ലാഹുവേ, ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, മരണപ്പെടുന്നത് ഏത് നിമിഷത്തിലാണ് എന്ന് നിനക്ക് മാത്രമേ അറിയൂ. നീ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ് ഈ സാധുക്കളായ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ നാഥ. അല്ലാഹുവേ, റഹ്മുറാഹിമായ ദയാപരനായ കരുണാമയനായ അല്ലാഹുവേ, ആ മണ്ണറയിലേക്ക് ഞങ്ങളുടെ ശരീരം കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മണ്ണറ സ്വർഗത്തിൻ്റെ ഒരു ഭൂമികയാക്കി നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാഹുവേ. ആ മണ്ണറയിലേക്ക് സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അങ്ങനെ മഹ്ശറാമുറ്റത്തെത്തുമ്പോൾ നിന്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ചേർക്കുകയും അല്ലാഹുവേ, ലളിതമായ വിചാരണക്ക് വിധേയമാക്കപ്പെട്ട് സ്വർഗീയ ആരാമത്തിലേക്ക് മാതാവിൻ്റെ പിതാവിൻ്റെ ഭാര്യയുടെ മക്കളുടെ ബന്ധുമിത്രാദികളുടെ കൂടെ കടന്നു പോവുകയും ചെയ്യുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجمع قلوبنا على الحق والهدى يا رب العالمين. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. സഹോദരന്മാരെ, ഒരു മിനിറ്റ്. ഈ ഹവ്വ കോളേജ് എന്ന് പറയുന്നത് ഈ പാറോപ്പടിയിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കേൾക്കണേ. ഇത് ആ സ്ഥാപനം നമ്മൾ തുടങ്ങിയത് എന്തിനാണെന്നറിയാം നിങ്ങൾ? നമ്മുടെയൊക്കെ പലരുടെയും ആശങ്ക എന്താ, നമ്മുടെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കൊന്നും പഠിക്കാൻ, അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. ഒരു ഇസ്ലാമിക ചാനലിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമല്ല എന്ന് പറയുന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ്. ഇന്ന് +2 പഠിക്കുന്ന പല കുട്ടികളുടെയും അവസ്ഥ ഞാനിവിടെ വെച്ച് പറയേണ്ടതില്ല. എന്നാൽ അവിടെ ചേർന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 5 വക്തും കൃത്യമായി നമസ്കരിക്കാനും ഇസ്ലാമികമായ ചിട്ടയിലും അതിൻ്റെ ചട്ടയിലും ജീവിക്കാനും സാധിക്കും. തഹജ്ജുദ് വരെ നമസ്കരിക്കുന്ന മക്കളുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുന്നവരുണ്ട്. +2 അതോടുകൂടി അവർ പാസ്സാവുന്നുണ്ട്. ഡിഗ്രിയും അതുപോലെ തന്നെയാണ്. ആ കുട്ടികളെ നമ്മളവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്ത് എല്ലാ ആക്ടിവിറ്റീസും കൊടുത്താണ് അവരെ സംരക്ഷിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും ഫീസ് തരാൻ കഴിയില്ല. പാവപ്പെട്ട കുട്ടികളാണ് അധികവും വരുന്നത്. വന്നവർക്കൊന്നും ഫീസ് തരാൻ പറ്റുന്നവരല്ല. ഒരു മാസത്തെ ചെലവ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ വിചാരിച്ചാൽ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല മനസ്സ് കാണിക്കണം. 65,000 രൂപയോളം ഒരു മാസത്തേക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണം. ഈ റമളാനിലെ കലശനല്ലാത്ത ഒരു വരുമാനം അതിനില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാരവാഹി ശാരീരികമായ പ്രയാസം ഉണ്ടായിട്ടും അദ്ദേഹം അവിടെ വന്ന് നിൽക്കുകയാണ്. വേറെ ഒന്നിനുമല്ല ചോദിക്കുന്നത്. ഈ ദീനി സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ പരമാവധി മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യണം എന്ന് ദീനിൻ്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും.